അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു പരിപാടി നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ സ്ട്രെയിറ്റും ചെയ്ത് കൊടുക്കുകയാണ് കൊച്ചിന്. അപ്പോൾ അവൻ്റെ തലമുടി നന്നായിട്ട് ചുരുണ്ടതാണ്. ആദ്യം ചുരുളാൻ വേണ്ടി മെനക്കെടുമായിരുന്നു. ഇപ്പോൾ ചുരുണ്ട് കഴിഞ്ഞിപ്പം കുറേ നാളായിട്ട് പറയാൻ തുടങ്ങിയിട്ടാണ് സ്ട്രെയിറ്റും ചെയ്യാനായിട്ട്. അപ്പം തന്നെ അവൻ തന്നെ ക്രീമും കാര്യങ്ങളും എല്ലാം ഗാംഗോയുടെ ഒരു സെറ്റ് ക്രീമാണ് മേടിച്ചേക്കുന്നത്. അപ്പോൾ അവൻ ക്രീം അതിൻ്റെ അകത്ത് ഒരു പാക്കറ്റ് ക്രീമും അതുപോലെ തന്നെ മോയ്സ്ചറൈസറും ഉണ്ട്. 2 പാക്കറ്റ് മോയ്സ്ചറൈസറും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെയാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ സാധാരണ ഇങ്ങനെയുള്ള ക്രീമുകളൊക്കെ സാധാരണയായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ മുടി കൊഴിച്ചിലുണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊക്കെ അവനോട് പറഞ്ഞിട്ട് അപ്പോൾ അവന് ഇപ്പോഴത്തെ താല്പര്യമാണ് അത് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുടി നന്നായിട്ട് കഴുകി ഉണക്കി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഈ മുടിയിൽ നിന്ന് ഓരോ പ്രാവശ്യം ഓരോ ഇതായിട്ട് ഞാൻ എൻ്റെ സ്ലൈഡും ക്ലിപ്പും എല്ലാം എടുത്തിട്ടാണ് അത് ഓരോ വരി മാറ്റി ക്ലിപ്പ് ചെയ്ത് വെച്ചത്. അപ്പോൾ നമ്മൾ അത് നന്നായിട്ട് ചീവിയതിന് ശേഷം മുടിയിൽ നിന്ന് റൂട്ടിൽ നിന്ന് കുറച്ച് ഒരു സെൻറ്റിമീറ്ററും കൂടെ, 1 സെൻറ്റിമീറ്റർ വേണ്ട, കുറച്ച് മാറ്റിയിട്ട് റൂട്ടിലേക്ക് മുട്ടാതെ രീതിയിൽ അത് സ്ട്രെയിറ്റ് ചെയ്ത് ശരിക്കും വലിച്ചു പിടിച്ച് അത് നന്നായിട്ട്, എനിക്ക് ബ്രഷ് ഇല്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ ഡൈ ബ്രഷ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഞാനത് ഓരോ ഭാഗമായിട്ട് ഓരോ മുടികൾ ആയിട്ട് ഓരോ പാർട്സ് ആയിട്ട് എടുത്തിട്ട് അത് വലിച്ച് നീട്ടി അത് ശരിക്കും തേച്ച് പിടിപ്പിക്കുകയാണ്. എന്നിട്ട് ഞാനത് നന്നായിട്ട് ബ്രഷ് വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് വലിച്ച് പുറകിലേക്ക് ആക്കി വയ്ക്കുകയാണ് ചെയ്തത്. നമ്മൾ എങ്ങനെയാണോ ആ മുടീനെ ഷേപ്പ് ചെയ്ത് വയ്ക്കുന്ന അതേ രീതിയിലായിരിക്കും ആ മുടിയുടെ ഷേപ്പ് വരിക. അപ്പം മുടി പുറകുവശമൊന്നും ഒത്തിരി വെട്ടിയിട്ടില്ല. അപ്പം മുകളിലേക്കുള്ള ഭാഗം മുഴുവൻ ചുരുണ്ട് കിടക്കുകയാണ്. നല്ല പഞ്ഞി പോലെ കുഞ്ഞിലെ കിച്ചുൻ്റെ മുടി ഞാൻ നന്നായിട്ട് കെയർ ചെയ്യുന്നു. അപ്പോൾ നല്ല ഭംഗിയിൽ ഞാനത് വെട്ടിയിട്ടും കൊടുക്കുമായിരുന്നു. അപ്പം നല്ല ഭംഗിയായിട്ട് പഞ്ഞി പോലെ കിടന്നിരുന്ന മുടിയാണ് ഇപ്പോൾ ഈ രീതിയിലായത്. ഇതിപ്പോൾ ഒരു വശത്തുനിന്ന് പിടിച്ചെഴുന്നേറ്റ് ഒരു വശത്തുനിന്ന് എഴുന്നേറ്റ് വരും. അങ്ങനെ കുറേ സമയം എടുത്തിട്ടാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മുൻപ് അപ്പോൾ ഹെയർ കട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത് നമുക്ക് നേരത്തെ കടയുണ്ടായിരുന്നു, നമ്മൾ പാർലർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാർലറിൻ്റെ കഥ പറഞ്ഞാൽ കുറേ സ്റ്റോറി പറയാനുണ്ടാവും. അപ്പോൾ ഇടയ്ക്കാണെങ്കിലും നമുക്കിപ്പോൾ ഈ കിട്ടുന്ന ഒരു അവസരത്തിൽ നമ്മൾ അതുകൂടി പറയാനാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കും പാർലർ നിർത്തിയപ്പോൾ, പൊതുവിൽ പാർലർ ഉണ്ടായിരുന്നു, പാർലർ നിർത്തിയെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ ശരിക്കും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് നമ്മൾ ഇട്ടൊരു സ്ഥാപനമായിരുന്നു നമ്മുടെ പാർലർ. അപ്പോൾ നമ്മൾ PMEGP ലോണൊക്കെ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. PMEGP ലോണിന് വേണ്ടിയിട്ട് അത് ടാക്സ് ഒരുപാട് പൈസ അനാവശ്യമായിട്ട് നമ്മളതിൻ്റെ അന്ന് നമുക്ക് നഷ്ടം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് എൻ്റെ ഒരു ആഗ്രഹത്തിന് ഞാൻ ചെയ്തു. ബേസിക് കോഴ്സ് പഠിച്ചിട്ട് പിന്നെ ഒത്തിരി പോരായ്മകൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ടുന്നതായിട്ടുള്ള കുറച്ച് എടുത്തുചാട്ടവും കുറച്ച് പോരായ്മകളും എല്ലാം നമുക്കുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ പരാജയമായിരുന്നു മുൻപോട്ടുള്ള ആ ഒരു വർഷം പോലും തികച്ചെടുക്കാനായിട്ട് എനിക്ക് ആ കട തികച്ചെടുക്കാനായിട്ട് പറ്റിയില്ല. കാരണം നമ്മൾ അതിൻ്റെ ലോണിന് വേണ്ടിയിട്ട് തന്നെ മാസങ്ങളോളം നടന്ന് ചെരുപ്പ് തേഞ്ഞിട്ടുണ്ട്. അതുപോലെ നടന്നിട്ടാണ് നമുക്കത് കിട്ടിയത്. നമ്മൾ തിരഞ്ഞെടുത്ത ഒന്നാമത്തെ നമുക്ക് പറ്റിയത്, നമ്മൾ തിരഞ്ഞെടുത്ത ഏരിയ വളരെ മോശമായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ എപ്പോഴും ഞാൻ കണക്കൂട്ടിയത് എന്താണെന്ന് വെച്ചാൽ ആ ഏരിയയിലേക്ക് നമുക്കൊരു കടയില്ല, പാർലറില്ല. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് നല്ല ബിസിനസ് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ. എപ്പോഴും നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഒരുപാട്, ഇപ്പം മിഠായിത്തെരുവിൽ തന്നെയാണെങ്കിലും നോക്കൂ, നമ്മൾ കോഴിക്കോട് മിഠായിത്തെരുവിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം അടുപ്പിച്ച് കുറേ മിഠായി കടകൾ ഇങ്ങനെ അടുപ്പിച്ച് തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും തിരഞ്ഞെടുക്കുന്ന സ്ഥലം കുറേ പാർലറുകൾ ഇരിക്കുന്ന സ്ഥലമാണെങ്കിൽ അതിനടുത്ത് തന്നെ അങ്ങനെ തിരഞ്ഞെടുക്കുന്നതാണ്. അതൊക്കെ പിന്നീട് നമ്മൾ ഓരോ ഭാഗത്തുനിന്ന് പഠിച്ച പാഠങ്ങളാണ്. അപ്പം നമ്മൾ ഒരു ഏരിയ, കാരണം നമുക്ക് ഒരുപാട്, അപ്പം നമുക്ക് ഒരുപാട് ആളുകളുടെ ഒരു കൂട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു നമുക്ക് അതെല്ലാം നമ്മുടെ പരാജയത്തിൻ്റെ ഭാഗമായിട്ട് വന്ന ഓരോ പാർട്സാണ് നമ്മളത് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുണ്ട്, നമ്മൾ വലിച്ച് നീൻ്റെ ഇടയ്ക്ക് കഥ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും കൂടെ നമ്മൾ നോക്കുക. പുറകിലേക്ക് വലിച്ച് ടൈറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു 20 മിനിറ്റ് സ്റ്റേ ചെയ്യാൻ വെക്കണം, അനക്കാതെ തല വെക്കണം. ആ മുടി ടൈറ്റ് ചെയ്ത് അനങ്ങാതെ തന്നെ വെക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, അപ്പോൾ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചിരുന്നത് നമുക്ക് അപ്പോൾ ഈ സുഹൃത്തുക്കളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സെയിൽ കാര്യങ്ങൾ അല്ലെങ്കിൽ പാർലർ നമ്മൾ സക്സസ് ആകും എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ
ഒന്നോ രണ്ടോ സുഹൃത്തുക്കൾ ഇടയ്ക്കൊന്ന് വന്നു പോകുന്നു എന്നുള്ളതല്ലാതെ അതിലും കൂടുതൽ നമ്മൾ പരിചയമില്ലാത്ത ആളുകളാണ് നമ്മുടെ അടുത്ത് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ നമ്മൾ ഒരു പാർലറിലൊക്കെ പോയി നിന്നിട്ട് അവിടെ നിന്ന് കുറേ അധികം എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാം നേടിയിട്ടൊക്കെ വേണമായിരുന്നു നമ്മളത് ചെയ്യാൻ. അപ്പം നമ്മളിതൊക്കെ ഇപ്പോൾ ഒരു ശരിയൊരു കുമ്പസാരക്കൂട് പോലെ തന്നെ പറയുന്നതാണ്. കാരണം ഒരു നമ്മൾ എടുത്തുചാട്ടത്തിൻ്റെയും നമ്മുടെ ഒരു കാരണം എൻ്റെ ഒരു ഭയങ്കര അതിയായ ആഗ്രഹമായിരുന്നു എനിക്കൊരു പാർലർ, അത് സ്വന്തമായിട്ടൊരു ബിസിനസ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഏറെ നടന്നതിന് ശേഷമാണ് നമുക്ക് ലോൺ കിട്ടിയത്. അപ്പോൾ ആ ലോൺ എടുക്കാൻ തന്നെ പലരുടെയും സഹായം തേടി ഒരാൾക്ക് നമുക്ക് ആ കടയിലേക്കുള്ള ഫർണിച്ചറിന് വേണ്ടിയിട്ട്, ഫർണിച്ചറല്ല, നമുക്ക് ഗ്ലാസ് വർക്കും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അയാളുടെ അക്കൗണ്ടിലേക്കായിരുന്നു പേയ്മെൻറ്റ് വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അയാൾക്ക് പാൻ കാർഡില്ല. പാൻ കാർഡ് ഏകദേശം ഒരു 30,000 രൂപ അയാളുടെ പേര് തന്നെ വന്നിട്ടുണ്ട്. 30,000 രൂപയിൽ നമുക്ക് 10,000 രൂപയാണ് നല്ല പാൻ കാർഡ് അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പെൻസ് ഒരു കാര്യമില്ലാതെ തന്നെ അയാളെ വിളിച്ചുകൊണ്ട് പോയി പാൻ കാർഡ് നമ്മൾ എടുത്തു കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ അതെല്ലാം നമുക്ക് അതിൽ നിന്ന് 10,000 രൂപ കിട്ടും. അപ്പോൾ അവിടെ എത്ര രൂപ നഷ്ടമായി. അങ്ങനെ ഒരുപാട് സ്ഥലത്തുനിന്ന് നമുക്ക് പല രീതിയിലെ നഷ്ടങ്ങളും എല്ലാം വന്നിട്ടാണ് നമ്മൾ അത് ഒരു വലിയ നമ്മൾ അതെല്ലാം ഒട്ടാക്കി കഴിഞ്ഞ് ഞാൻ ഇടയ്ക്ക് കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുമായിരുന്നു. അത് നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്വയം ആ കണ്ണാടിയിൽ നോക്കിയിട്ട് ഞാനൊരു ബിസിനസ്സുകാരിയാണെന്ന് പലപ്പോഴും നമ്മളെ മുഖത്ത് ആ ഒരു സന്തോഷവും കാര്യങ്ങളോടുകൂടി നമ്മൾ ആ കണ്ണാടി റിഫ്ലക്റ്റ് ചെയ്യുന്ന 2 കണ്ണാടികളുണ്ടാവില്ല അപ്പുറത്തും ഇപ്പുറത്തും. അപ്പം അങ്ങനെ നോക്കി നിന്ന് ചിരിച്ചിട്ടുണ്ട്. ആ ചിരി അധികം നാളായില്ല, അതിനു മുമ്പ് തന്നെ മാഞ്ഞു തുടങ്ങി. കാരണം ബിസിനസ് വരാതെയായി. പിന്നെ ചില കൂട്ടുകാരൊക്കെ വന്നിട്ട് അവരുടെ ആരെങ്കിലുമൊക്കെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഒന്നോ രണ്ടോ ബിസിനസ് കാര്യങ്ങൾ തരും. അതുപോലെ നമുക്ക് അതിൻ്റെ ഒരു പാർട്ടാണ് നമുക്ക് ഈ സ്ട്രെയിറ്റനിങ് കാര്യങ്ങൾ നമ്മൾ ബേസിക് കോഴ്സ് പഠിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു തരത്തില്ല. അപ്പോൾ ബേസിക് കോഴ്സ് പഠിക്കാൻ നേരത്ത് നമുക്ക് സ്ട്രെയിറ്റനിങ് പഠിക്കാൻ പറ്റിയില്ല. അപ്പോൾ സ്ട്രെയിറ്റനിങ് പഠിപ്പിക്കാൻ അപ്പോൾ അവിടെ നന്നായിട്ട് പോകുന്ന ഒരു കടയിലെ ഒരു പയ്യൻ, അതായത് നമ്മുടെ ഒരു സഹോദരൻ്റെ പ്രായമേ വരുള്ളൂ അവന്. നമ്മൾ ആ ഒരു രീതിയിൽ തന്നെയാണ് അവനെ കണ്ടത്. അപ്പോൾ ആ പ്രായത്തിലുള്ളൊരു പയ്യനെ അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ സഹായിക്കാൻ ചേച്ചി എന്ന് പറഞ്ഞു, ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ അതിന് വേണ്ടിയിട്ട് സാധനങ്ങളെല്ലാം മേടിച്ചു. ആളെ കണ്ടെത്തണം, പേയ്മെൻറ്റും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് നമുക്ക് നമ്മുടെ ഒരു കൂട്ടുകാർക്ക് വെച്ച് തന്നെ അതിന് പൈസ ഇട്ട് റെഡിയായി. അപ്പോൾ അങ്ങനെ റെഡിയായി അതിൻ്റെ പേയ്മെൻറ്റ് കാര്യങ്ങൾ കൊടുക്കുകയും ചെയ്തു. ഇതുണ്ടോ, ഇത് നമ്മൾ ടൈറ്റ് ചെയ്ത് വലിച്ച് പുറകിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അത് ഉണങ്ങിയതിന് ശേഷം കഴുകിയിട്ട് വേണം. ടെമ്പറായോ എന്ന് നോക്കണം ഇടയ്ക്ക് ഇങ്ങനെ വലിച്ചിട്ട്. അപ്പോൾ ടെമ്പറായെങ്കിൽ മാത്രമാണ് അത് കഴുകാറാവുള്ളൂ. അപ്പം ഈ ഒരു സിമ്പിൾ കേസിന് വേണ്ടിയിട്ടാണ് ഈ 2 ക്രീമും അവൻ്റെ കയ്യിലുണ്ടായിരുന്നു, ബ്രഷും ഉണ്ടായിരുന്നു. അത്രയും ഒരു സിമ്പിൾ കേസിന് വേണ്ടിയിട്ട് നമ്മൾ അവനെ കൊണ്ടുവന്നിട്ട് ഇത് സംഭവം ചെയ്യിക്കുകയും ചെയ്തു. അതിൻ്റെ പേയ്മെൻറ്റ് 3,000 രൂപയാണെന്ന് അവൻ മേടിച്ചത്. അപ്പോൾ 3,000 രൂപ നമ്മളന്ന് പേയ്മെൻറ്റ് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ പിന്നീട് അവൻ്റെ സാധനങ്ങളെല്ലാം അതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ ആ ഒരു പയ്യനെ അവിടെ വിരിച്ച് നമ്മളത് ചെയ്തതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു. മാനസികമായിട്ടും അതുപോലെ തന്നെ വളരെ മോശമായ രീതിയിലുള്ള കുറേ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു. ഇപ്പം നമ്മൾ ആ ചെയ്ത സാധനം ഉണങ്ങിയിട്ടുണ്ട്. നമ്മൾ വീണ്ടും നന്നായിട്ട് തേച്ചുണക്കിയതിന് ശേഷം ഇനി നമുക്ക് സ്ട്രെയിറ്റൻ ചെയ്ത് കൊടുക്കണം. മുടി നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഈ മുടി എടുത്തിട്ട് നമ്മൾ നല്ല ഹീറ്റിട്ട് ഓരോ പീസായിട്ട് നമ്മൾ വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഓരോ ഇതിലായിട്ട് എടുക്കണമെങ്കിൽ ക്ലിപ്പിട്ട് മാറ്റി വയ്ക്കുകയും ചെയ്യണം. അപ്പോൾ അങ്ങനെ ഓരോ പീസും ടൈറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ക്രീം ഇട്ടിട്ട് നമ്മൾ ഒന്നും കൂടെ വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് വെച്ച് നല്ല സമയം വേണം കേട്ടോ നമുക്ക് ചെയ്യാൻ. ഇപ്പോൾ സ്ട്രെയിറ്റ് ചെയ്യണമെങ്കിൽ ഒരു ദിവസമൊക്കെ ഫുൾ എടുത്തിട്ട്, അപ്പോൾ അതുകൊണ്ട് നേരത്തെ തുടങ്ങണം. രാത്രി ചെയ്യുന്നെങ്കിൽ നേരത്തെ തുടങ്ങണം. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ മാറാൻ കറക്റ്റ് ടൈം നോക്കി വരികയും ചെയ്യണം. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ശ്രദ്ധിച്ചിട്ട് നോക്കിയിട്ട് അതിൻ്റെ അകത്ത് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയിട്ടൊക്കെ ചെയ്യുക. പിന്നെ ഇപ്പോൾ പോലെ യൂട്യൂബോ കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യാനായിട്ടുള്ള അവസരങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പണ്ടൊക്കെ ഞാൻ തുടങ്ങിയ സമയത്തൊന്നും അങ്ങനെയുള്ള ഒരു സഹായങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മൾ അതുകൊണ്ടാണ് ആ പയ്യനെ വിളിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ അങ്ങനെ അപ്പോൾ അവനെ വിളിച്ചിട്ട് അവനൊരു മുതലെടുപ്പായിട്ട് മാറ്റുകയാണ് പിന്നീട് ചെയ്തത്. ഈ പയ്യനെ ഇടയ്ക്ക് നമ്മളെ വിളിക്കും, ചേട്ടൻ ഫർണിച്ചറിൻ്റെ പണി ചോദിച്ചു. അപ്പോൾ ഹസ്ബൻഡ് അന്ന് ഫർണിച്ചറിൻ്റെ ഒക്കെ നമുക്ക് കടയുണ്ട്, ഫർണിച്ചറിൻ്റെ പണിയുണ്ട്, എനിക്കൊരു വർക്ക് ചെയ്യാനുണ്ട്, ഇതൊക്കെ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്.
പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ഇവൻ നമ്മുടെ അടുത്ത് വിളിച്ചിട്ട് ആളുകളുടെ ഇടയിൽ നിന്നിട്ട് നമ്മളെ വിളിക്കും. നമ്മളെ വിളിച്ചിട്ട് ഇവൻ മാറി നിന്നിട്ട് നമ്മളോട് സംസാരിക്കുന്ന ചേട്ടൻ പണിയുണ്ടോ, എനിക്ക് ഇങ്ങനത്തെ ഒരു പണിയുണ്ട്, അതൊക്കെ കാര്യങ്ങൾ സംസാരിക്കുന്നത്. പക്ഷെ ഇവൻ ആളുകളുടെ ഇടയിൽ പറയുന്ന കഥ വേറെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പിന്നീട് ഞാൻ കുറേ പ്രാവശ്യം പിന്നെ ഇത് ഇവരുടെ കൂട്ടുകാരെല്ലാം കൂടെ കൂടി നിന്നിട്ട് വല്ലാത്തൊരു ഒരു ഇളിഭ്യചിരി, എന്താ പറയണ, ഒരു വഷളച്ചിരി എന്നൊക്കെ പറയത്തില്ല, അതൊരു ചിരി. അത്ര രീതിയിലൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങ് അൺസൈക്കബിളായി. ഞാനൊന്ന് നമ്മുടെ അടുത്തുള്ളവർ അവരുടെ നമ്മുടെ ഇവിടുന്ന് കെട്ടിക്കൊണ്ട് പോയിട്ട് ഒരു സുഹൃത്താണ് അതിൻ്റെ അവർ ആ ഒരു ലൈനിൽ അവരെല്ലാവരും കൂടെ വേണം താമസിക്കുന്നത്, വർക്ക് ചെയ്യുന്നത്. ഞാൻ ചെന്നിട്ട് പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും മോശമായ രീതിയിലുള്ള പെരുമാറ്റം ഇനി മേലിലുണ്ടാകരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും അത് നമുക്കതൊരു വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കാര്യം അത്. അപ്പോൾ അപ്പം അതിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, നമ്മൾ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് വളരെ മോശം, അവരുടെ കുടുംബജീവിതത്തിന് അത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ അതിൻ്റെ അങ്ങനെയുള്ള പേരൊന്നും പറയാത്തത്. അപ്പം അത്തരം ചില മനുഷ്യർ കൂടി ഉണ്ട് നമ്മുടെയൊക്കെ ഇടയിൽ. എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വയസ്സുള്ള കൊച്ചു മുതൽ അത് 90 വയസ്സായ ആളുകൾ വരെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിലുണ്ട്. എല്ലാവരോടും വളരെ ഫ്രീ ആയിട്ടും അതെന്ന് വെച്ചാൽ അതൊക്കെ നമ്മൾ പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് ചെന്നിട്ട് നമ്മളവിടെ ആളുകളുമായിട്ടൊക്കെ ഇടപെടുമ്പോൾ പൊതുവിലെ ആളുകൾ വിചാരിക്കുക പൊതുവിൽ കുറേ ആളുകളുടെ ഇടയിൽ ഈ പാർലറിൻ്റെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായവരുണ്ടാവും. അപ്പോൾ എല്ലാം ഒരേ കാഴ്ചപ്പാടിൽ കൂടെ കാണാനും ഒക്കെ ആളുകൾ ശ്രമിക്കും. അപ്പം അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ നമ്മുടെ മാനസികമായിട്ട് നമ്മളെ തളർത്തുന്ന കുറേ പ്രശ്നങ്ങൾ നമ്മുടെ ഉണ്ടായി. പിന്നെ നമുക്ക് ഓരോ പ്രാവശ്യം നമുക്ക് മാസത്തിൽ അവരുടെ വാടക കൊടുക്കാൻ പോലും പൈസ തികയാത്ത രീതിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കത് ആ ഒരു സ്വപ്നം നമുക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരുമായിരുന്നു. അപ്പം അങ്ങനെ പല അത് ചെന്ന സമയത്ത് തന്നെ വേറെയും കുറേ പ്രശ്നങ്ങളുണ്ടായി. നമ്മളവിടെ ചെന്നിട്ട് ആ റൂമും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യുന്ന സ്ഥലത്ത് കുറച്ച് അകത്തേക്ക് കയറി. അപ്പം നമ്മളതിൻ്റെ നമ്മുടെ ഒരു സൗകര്യം നോക്കിയിട്ടാണ്, സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ എല്ലാവർക്കും വരാനും ഒക്കെയുള്ളൊരു സൗകര്യത്തിന് വേണ്ടി നമ്മൾ റൂം കിട്ടിയതാണ്. അടിമാലി മുഴുവൻ മാസങ്ങളോളം തപ്പിയിട്ടാണ് നമുക്കൊരു ആ പ്ലേസിലൊരു റൂം കിട്ടിയത്. അപ്പോൾ അങ്ങനെയൊക്കെ ആ ഒരു സ്വപ്നം പൊലിഞ്ഞു പോയ കഥയാണ് പറയാനുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാനിങ്ങനത്തെ നമ്മൾ കെമിക്കലായിട്ടുള്ള ഒരു സംഭവങ്ങൾ നമ്മൾ സൗന്ദര്യ വർദ്ധനവിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറില്ലായിരുന്നു. ഇപ്പം പൊതുവിലിപ്പം ഈ സാധനം പിള്ളേരെല്ലാം യൂസ് ചെയ്യുന്നതാണ്, കളറിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. നമ്മൾ സ്ട്രെയിറ്റൻ ചെയ്യാനായിട്ട് ഇങ്ങനെ കെമിക്കലായിട്ടുള്ള സാധനം തന്നെ ഉപയോഗിക്കണമെന്നില്ല. നമുക്ക് അലോവേരയും അതുപോലെ തന്നെ കോൺഫ്ലവറൊക്കെ ഉപയോഗിച്ചിട്ട് സ്ട്രെയിറ്റൻ ചെയ്യാനുള്ള മാർഗ്ഗങ്ങളും ഉണ്ട്. ഇതിപ്പോൾ ഇവൻ്റെ നിർബന്ധപ്രകാരമാണ് നമ്മൾ ഇത് ചെയ്തതൊരു പരീക്ഷണമായിട്ട് നമ്മൾ ചെയ്യുന്നത്. പിന്നീട് മുടി കൊഴിച്ചിലിനൊക്കെ ഉള്ളൊരു സാധ്യതയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതുപോലെ മുടി അത്രയും കെയർ ചെയ്യണം, മുടി അത് മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പം നമ്മൾ മുടിയുടെ ഷേപ്പ് കൊടുക്കുന്ന പോലെ തന്നെയാണ് മുടി പിന്നീട് ഉണ്ടാവുക. അപ്പം ഇപ്പം അവൻ്റെ ആദ്യം ഉണ്ടായിരുന്ന മുടി കണ്ടില്ലേ, നന്നായിട്ട് ചുരുണ്ട മുടിയായിരുന്നു. അപ്പോൾ നമ്മളതെല്ലാം വലിച്ചു നൂർത്തിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൻ്റെ കുറേ അനുഭവങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഓരോ ജീവിതത്തിൻ്റെ കുറേ തിരിച്ചറിവില്ലാത്ത കുറേ സമയത്ത് നമ്മൾ എടുത്തിയാട്ടത്തിൻ്റെയും നമുക്കൊരു സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക എന്ന് പറയുന്നത് മാത്രമല്ല, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫുള്ള് സപ്പോർട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വേണം. നമുക്കാണെങ്കിൽ വീട്ടിൽ വരാൻ ഒന്നാമത്തെ കേസ് നമ്മുടെ സ്ഥലത്തു നിന്ന് അത്രയും ദൂരത്തു നിന്ന് നമ്മുടെ സ്ഥലത്തേക്ക് എപ്പോഴും ബസ്സില്ല. 6 മണി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വീട്ടിൽ വരുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര അത് ബസ്സില്ല അല്ല ബസ് കിട്ടില്ല എന്ന് പറയുന്ന ന്യായീകരണത്തോടൊന്നും പറ്റുന്നൊരു സാഹചര്യമായിരുന്നില്ല. അപ്പോൾ നമുക്ക് കറക്റ്റ് 6 മണിക്കുള്ളിൽ കറക്റ്റ് ഈ ജോലിയെല്ലാം കഴിഞ്ഞ് വരുന്നവരുടെ ബിസിനസ് എല്ലാം കിട്ടുന്നത് ആ സമയത്തായിരിക്കും. അപ്പം നമുക്ക് അങ്ങനെ ഒത്തിരി പരാജയങ്ങൾ നമ്മുടെ ആ ബിസിനസ്സിൽ സംഭവിച്ചു. അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മുടെ ആ ഒരു വലിയ സ്വപ്നം പൊളിഞ്ഞു. പിന്നെ നമ്മൾ പലപ്പോഴും എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളോട് ഒരു മനസ്സിനൊരു പ്രയാസമോ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും നമ്മൾ കൊടുത്തിട്ടൊക്കെയാണ് നമ്മൾ പോകുന്നത്. പിന്നീടാണെങ്കിലും ആ പൈസ കിട്ടാൻ വേണ്ടി നമ്മൾ കുറേ നാൾ അവരുടെ അടുത്ത് ജോലി ചെയ്യേണ്ടി വന്നു. അതിൻ്റെ ബാലൻസ് പൈസ ഇപ്പോഴും നമ്മളൊരു 20,000 രൂപയുടെ അടുത്ത് നമ്മൾ ആ പൈസ അത് നമ്മൾ ഉപേക്ഷിക്കേണ്ടി വന്നു. അപ്പോൾ എത്ര രൂപ നമുക്ക് നഷ്ടം വന്നു. അപ്പോൾ ആ ഒരു കടം നമ്മൾ വീട്ടാൻ തന്നെ നമ്മൾ കുറേയേറെ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നമ്മളപ്പോൾ ഒരു 2 ലക്ഷം രൂപയാണ് നമ്മൾ ലോൺ എടുത്ത് ചെറിയ രീതിയിൽ ബാക്കിയുള്ള പണികളെല്ലാം നമ്മൾ വീട്ടിൽ നിന്ന്
ചേട്ടൻ്റെ കുറേ അറിയാവുന്ന കൂട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം കൂടെ കൂടി ചേട്ടനും എല്ലാം കൂടെ കൂടിയാണ് കുറേ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ചെയ്തത്. എന്നിട്ട് കൂടി പൈസയിൽ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായി. പിന്നീട് അതെല്ലാം നിസ്സാര വിലയ്ക്ക് നമ്മളത് വിറ്റിട്ട് പോരേണ്ടി വന്നു. മെഷീനടക്കം, എംബ്രോയ്ഡറി മെഷീനടക്കം നമുക്ക് നിസ്സാര വിലയ്ക്ക് വിറ്റിട്ട് പോരേണ്ടി വന്നു. പിന്നെ ആ കടം വീട്ടാൻ തന്നെ 3 വർഷമാണ് അവർ തരുന്ന കാലാവധി. ആ 3 വർഷം കൊണ്ട് നമ്മളത് വീട്ടി തീർക്കണം. അതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടമുള്ള കാര്യങ്ങളാണ്. ഒക്കെ മറന്നു തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു വന്നതാണ്. നമ്മൾ എല്ലാവരോടും ഇങ്ങനെ ഓപ്പൺ മൈൻഡായിട്ട് സംസാരിക്കുന്നതും എല്ലാവരോടും ഫ്രീ ആയിട്ട് ഇടപെടുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കുറേയധികം ദൂഷ്യം ചെയ്തിട്ടുണ്ട്. അപ്പം അതൊന്നും ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ പ്രശ്നം നമ്മൾ ഭയങ്കര ഒരു ഡിപ്രഷൻ മൂഡിലേക്ക് വന്നു. നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ ആളുകൾ അങ്ങനെയൊക്കെ ഒരു മൈൻഡ് വന്നു. പക്ഷേ നമ്മൾ അതിൽ നിന്നൊക്കെ സ്വയം റിക്കവറായിട്ട് നമ്മൾ പോരുകയാണ് ചെയ്തത്. ഇതിപ്പോൾ മോയ്സ്ചറൈസിങ് ക്രീം തേച്ചിട്ട് ഈ ലെവലിലാക്കി വെച്ചിരിക്കുകയാണ്. കഴുകി ഉണക്കി വീണ്ടും ക്രീം തേച്ചിട്ട് ഈ ലെവലിലേക്ക് വലിച്ച് ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ വീണ്ടും കഴുകി ഉണക്കിയതിന് ശേഷം വന്നതാണ്. അപ്പം അത്ര സ്ട്രെയിറ്റ് ആയിട്ടില്ല. ഇനി അത് കറക്റ്റ് ചെയ്ത് ലെവൽ ചെയ്ത് വലിച്ച് ഒന്നും കൂടെ ടൈറ്റ് ചെയ്ത് വിട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ശരിയാവത്തുള്ളൂ. വലിയ ചുരുളിമയൊക്കെ അങ്ങോട്ട് പോയി. ഇപ്പം അവനെ കൈ കൊണ്ടൊന്ന് ഇങ്ങനെ ഒതുക്കി സ്റ്റൈലിലൊക്കെ ഒന്ന് വെക്കാൻ പറ്റുന്ന രീതിയിലാക്കി. അപ്പം ഞാൻ ആ സെൻറ്ററിൽ നിന്ന് പോർഷൻ ഇട്ടിട്ട് വഴക്കിട്ടിട്ട് പോയതാണ് കണ്ടേ. അപ്പം ഇതൊക്കെയാണ്. ഇപ്പം ഞാൻ ഈ സ്ട്രെയിറ്റൻ ചെയ്യുന്ന ഒരു സമയം, കുറേ അധികം സമയം നമുക്ക് വേണം. ആ സമയത്ത് കുറച്ച് നമ്മുടെ അനുഭവ കഥകൾ പറഞ്ഞതാണ്. ബോറടിക്കുന്നുണ്ടാവും. അപ്പോൾ എൻ്റെ ഫേസ് കാണിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്തത്. പക്ഷേ ഫേസ് കാണിക്കാതിരിക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ആദ്യം എനിക്ക് കുറേ തപ്പിയിട്ട് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഫേസ് കാണിച്ചിട്ട് ഇനി ഇതിന് തന്നെ വഴക്ക് പറയുമോയെന്ന് അറിയത്തില്ല. എന്താണെങ്കിലും ഈ ഒരു പരുവത്തിലേക്കൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഫേഷ്യലും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും കേട്ടോ. അതൊക്കെ നാച്ചുറലായിട്ട് തന്നെ നമുക്കെല്ലാം ചെയ്യാനായിട്ട് ഉണ്ടാക്കാം. ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തിട്ട് നമുക്ക് ചെയ്യാനൊക്കെ പറ്റും. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ കെമിക്കൽ ഉപയോഗിച്ചിട്ടൊരു സംഗതി ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും കാര്യങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നതെന്ന് പറയുകയായിരുന്നു.